സജ്ജനങ്ങളെ, ആരാണ് ഈശ്വരൻ? സർവചരാചരങ്ങളുടെയും രക്ഷിതാവും നിയന്താവും ഉൽപ്പത്തി പ്രളയങ്ങളെ പ്രാപിക്കുന്നവനും നാശരഹിതനുമാണ് ഈശ്വരൻ. ആ ഈശ്വരന് 3 അവസ്ഥയുണ്ട്: വിരാട്, സ്വരാട്, സാമ്രാട്. വിരാട് രാജ്യത്തെ ഇത് വിരാട്. വിരാട് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഒരു പദത്തിന് വിശേഷം ചേർക്കുന്നത് ആ പദത്തിന് അതിവിശേഷം ഉണ്ടാകുമ്പോഴാണ്. എന്താണ് വിരാട് ബ്രഹ്മത്തിൻ്റെ വിശേഷം? നമുക്ക് ചിന്തിക്കാം. വേദങ്ങളിലെ പുരുഷ സൂക്തത്തിൽ പറയുന്നത് സ ഭൂമിൻ വിശ്വതോ വൃത്വ ത്വതിഷ്ഠദശാങ്കുലം എന്നാണ്. ഈശ്വരൻ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ പൊതിഞ്ഞുകൊണ്ട് അളക്കുവാൻ കഴിയാത്ത വണ്ണം 10 അംഗുലവും വ്യാപിച്ചിരിക്കുകയാണ്. ആ ഈശ്വരനെ വേദങ്ങളിൽ 2 വിധത്തിലാണ് വർണ്ണിക്കുന്നത്. ഒന്ന് കേവല സ്വരൂപത്തിലും, 2 ജഗത്തിൽ പ്രകാശിക്കുന്ന ശബല സ്വരൂപത്തിലും. കേവലം, ശുദ്ധം, ശബലം, സംയുക്തം, വിശിഷ്ടം. വിശിഷ്ട സ്വരൂപത്തിന് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ആ പരമാത്മാവിനെ അത് കഴിഞ്ഞ് ആ വിശിഷ്ട രൂപം പഞ്ചഭൂതങ്ങളിൽ സ്ഥൂലമായിരിക്കുകയാണ്. ആ ഈശ്വരനെ വിരാട്, സ്വരാട്, സാമ്രാട് എന്നാണ് വർണ്ണിക്കുന്നത്. ആ പഞ്ചവേദ സ്വരൂപൻ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ആ ഈശ്വരന് 5 മുഖമാണുള്ളത്. ആ ഈശ്വരൻ്റെ 5 മുഖത്തെ വർണ്ണിക്കുമ്പോൾ സദ്യോജാതം, വാമദേവം, അഘോരം, തൽപുരുഷം, ഈശാനം, ഇങ്ങനെയാണ് ഈശ്വരൻ്റെ 5 മുഖത്തെ വർണ്ണിക്കുന്നത്. ക്ലേശകർമ്മ വിഭാഗ ആശയി അപരാമൃഷ്ട പുരുഷ വിശേഷക സ ഈശ്വര. ക്ലേശം, ദുഃഖം, കർമ്മം, വിഭാഗം, ആശയി, അപരാമൃഷ്ട. ക്ലേശങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തവൻ, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ സംസ്കാരം തൊട്ട് തീണ്ടാത്തവൻ ആരോ അവനാണ് ഈശ്വരൻ. അത് വിശ്വബ്രഹ്മാവാണെന്നാണ് വേദങ്ങൾ ഘോഷിക്കുന്നത്. ആ ഈശ്വരനെയാണ് എല്ലാ ജനങ്ങളും ഭജിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഈശ്വരൻ്റെ രൂപവും ഭാവങ്ങളുമെല്ലാം ഈ ലോകത്തു നിന്നും മാറ്റിയിരിക്കുകയാണ്. ആ ഈശ്വരൻ്റെ ഒരേ ഒരു നാമം ഓം വിശ്വബ്രഹ്മണേ നമഃ എന്ന മഹാമന്ത്രം ഉരുവിടുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് ആലുവ വിശ്വബ്രഹ്മ വൈദ്യ വിദ്യാപീഠമാണ്. ആ ഈശ്വരൻ്റെ നാമത്തിൽ ഏതാണ്ട് 33 വർഷമായിട്ട് ഇവിടെ വിശ്വബ്രഹ്മ പ്രാർത്ഥന നടന്നു വരികയാണ്. ഈ പ്രാർത്ഥനയിൽ അനേകം ഭക്തജനങ്ങളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബദോഷങ്ങൾക്കും മറ്റ് നാനാതരത്തിലുള്ള ദോഷങ്ങൾ വിട്ടുമാറുന്നതിന് പ്രാർത്ഥന കഴിഞ്ഞ് വിശ്വബ്രഹ്മ മഹാ അർച്ചന ഇവിടെ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള പൂജ വഴിപാടുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വിശ്വകർമ്മജര് ഒരു നല്ല ആചാരാനുഷ്ഠാന ക്രമത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവരൊരു ശ്രേഷ്ഠമായ ജനം ആണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആചാര അനുഷ്ഠാന ക്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. 16 സൈസിലുള്ള ഷോഡശ ക്രിയകൾ പഠിപ്പിക്കുന്നുണ്ട്. ആരോടും ഒരു പ്രതിഫലം ഏശാതെയാണ് ആ ക്രിയകൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അത് മരണാനന്തര ക്രിയകൾ, അതുപോലെ വിഭാഗ പൂജകൾ, ഗ്രഹപ്രവേശന പൂജകൾ, വാസ്തുദോഷ പരിഹാര പൂജകൾ, അതുപോലെ തന്നെ കുടുംബദോഷ പരിഹാര പൂജകൾ, ഗ്രഹപ്രവേശന പൂജകൾ, അങ്ങനെ അനേക തരത്തിലുള്ള പൂജകൾ ഇവിടെ പഠിപ്പിക്കുകയും അതൊക്കെ ഇവിടെ ചെയ്തു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വകർമ്മ ജനം വളരെ ശ്രേഷ്ഠമായ ജനവിഭാഗമാണ് വിശ്വകർമ്മജര്. എന്നുകൊണ്ട് മറ്റുള്ള ജനങ്ങൾ ശ്രേഷ്ഠത അല്ല എന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ ഇന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്പമെങ്കിലും അനുഷ്ഠിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ അത് വിശ്വകർമ്മ ജനവിഭാഗമാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മനു, മയൻ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞൻ എന്നിങ്ങനെയുള്ള 5 വിഭാഗം ജനങ്ങളാണ്. ഇവർ ഈ ലോകത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും
നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ചെയ്തു വരുന്ന ജനവിഭാഗമാണ്. ഇവിടെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതും ആ ക്ഷേത്രത്തിന് സ്ഥാനം കാണുന്നതും ആ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹം ഉണ്ടാക്കുന്നതും ആ ക്ഷേത്രം ഉണ്ടാക്കുന്നതും അതിന് ശാസ്ത്രവിധി പ്രകാരം അതിന് കണക്കുണ്ടാക്കി അതിനകത്ത് ഇത്രയങ്കുലം ചുറ്റളവിൽ ഇത്രയങ്കുലം പൊക്കത്തിലുള്ള ഒരു വിഗ്രഹം നിർമ്മിക്കുന്നത്, അതുപോലെ ഇവിടുത്തെ രാജകൊട്ടാരങ്ങൾ, കോട്ടക്കോത്തണങ്ങൾ, ഇതെല്ലാം നിർമ്മിക്കുന്ന ജനവിഭാഗമാണ് വിശ്വകർമ്മജര്. ആ വിശ്വകർമ്മജര് ആരാണെന്ന് സത്യം പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വിഭാഗം വിശ്വകർമ്മജർക്കും അറിവുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഇന്ന് വിശ്വകർമ്മജർ അവരുടെ ഈ വൈദിക പൂജകൾ പഠിക്കുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല. അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ വരുവാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ക്ഷേത്ര നിർമ്മാണവും പോലെ മറ്റു പല ഗ്രഹനിർമ്മാണങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടാക്കി ഈ ജനവിഭാഗത്തെ ഒരു നല്ല അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും കൂടിയാണ് ഈ വിശ്വബ്രഹ്മ വൈദ്യ വിദ്യാപീഠം ഈ ആലുവയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ജനവിഭാഗങ്ങളും ഇവിടെ വരികയും ഇവിടുത്തെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന വിദ്യകളെ, അതായത് നിത്യകർമാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട, അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കടക്കപ്പായെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് അവൻ കുളിച്ച് ശുദ്ധി വരുത്തി അവനെ 5 തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്നവൻ നിത്യകർമാനുഷ്ഠാനം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ വിശ്വകർമ്മജൻ്റെ അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. ആ നിത്യകർമാനുഷ്ഠാനം ഇവിടെ അന്വേഷിക്കുമ്പോൾ ആ നിത്യകർമാനുഷ്ഠാനത്തിൽ കൂടിയാണ് അവൻ ഈശ്വരനെ തിരിച്ചറിയുന്നത്. അവൻ ഭസ്മധാരണം ചെയ്യുന്നത് ആ നിത്യകർമാനുഷ്ഠാനത്തിൽ കൂടിയാണ്. അവൻ്റെ പിതൃക്കന്മാർക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്നത്, അവനെ ജനിപ്പിച്ച ഒരു വിശ്വകർമ്മജനെ ജനിപ്പിച്ച അച്ഛൻ, അമ്മ, അതുപോലെ മറ്റ് അവൻ്റെ ബന്ധുജനങ്ങൾ, അവർക്കെല്ലാം വേണ്ടി അവൻ തർപ്പണം ചെയ്യുന്നത് ഈ നിത്യകർമാനുഷ്ഠാനത്തിൽ കൂടിയാണ്. ഇതൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കേണ്ട ഒരു ജനവിഭാഗമാണ്. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരായിരുന്നു വിശ്വകർമ്മജര്. പക്ഷേ ഇന്ന് വളരെ തുലവും ആൾക്കാർ മാത്രമേ ഈ ഒരു രീതിയിലോട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള ജനങ്ങളും ആ രീതിയിലോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.